ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടുമായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയർ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളായിരുന്നല്ലോ നാം പഠിച്ചത്. അവിടെ നമ്മൾ കണ്ടത് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് ബന്ധനത്തിലായിരിക്കുകയാണ്, തടവറയിലും തന്റെ കഷ്ടങ്ങൾക്ക് അധികമായി ഫിലിപ്പറെ കുറിച്ച് വലിയൊരു ആഗ്രഹവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനെയാണ് നമ്മൾ കാണുന്നത്. അത് പറയുന്നുണ്ട്, ഞാൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സകല പ്രാർത്ഥനയാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി കഴിക്കുന്ന സകല എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ പഠിച്ചു പ്രയർ അപ്പോൺ പ്രയർ. അപ്പൊ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോളിനെയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ എന്താ പ്രാർത്ഥിക്കുന്നത്? അവര് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ആ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പ്രവൃത്തി അവരിൽ ആരംഭിച്ച് ആ പ്രവൃത്തികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 5-6 വാക്യങ്ങൾ. 5-6 വാക്യങ്ങൾ. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ പൗലോസ് ഫിലിപ്പിയർക്കു വേണ്ടി സ്തോത്രം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയൊക്കെ സ്തോത്രം ചെയ്യുന്നത്? ഒന്നാം നാൾ മുതൽ ഇതുവരെ. ഒന്നാം നാളിൽ നിന്ന് നമ്മൾ അവിടെ ഫിലിപ്പിയ ലേഖനം പറയുമ്പോഴേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം 12 മുതൽ 40 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം നാളെന്ന് പറയുന്നത് ആ ലുദിയയുടെ മാനസാന്തരം തുടങ്ങി അല്ലെ. ഒരു പുഴവക്കൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം ഫിലിപ്പരോട് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുകയും ലുദിയയുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്ത ആ ദിവസം അല്ലെ. ആ ഒന്നാം നാൾ മുതൽ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? റോമയിലെ കാരാഗൃഹത്തിലായിരിക്കുന്നു. എത്ര വർഷമായി ഇപ്പം അവർക്ക് ലെറ്റർ എഴുതുന്നത്? 10 വർഷമായി. അപ്പം 10 വർഷത്തോളം അവരുമായിട്ട് സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ അല്ലെ. ഒന്നാം നാൾ എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് ഡേ അവരുടെ ഇതുവരെ ആ 10 വർഷം കഴിഞ്ഞ് ഇവർക്ക് ലെറ്റർ എഴുതുന്ന ആ സമയം വരെയും എന്തിനാ സ്തോത്രം ചെയ്യുന്നത്? സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. അപ്പൊ അവര് സുവിശേഷ ഘോഷണത്തിൽ ചെയ്യുന്ന കൂട്ടായ്മ നിമിത്തം എന്ന് പറയുന്ന കൂട്ടായ്മ, കൊയ്നോനിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കൂട്ടായ്മ എന്ന പദം. ആ കൊയ്നോനിയ എന്ന പദത്തിന്റെ അർത്ഥം ടു ഹാവ് ഇൻ കോമൺ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു കൂട്ടായ്മ ആചരിച്ചു. എല്ലാവർക്കും പൊതുവായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. എവറിതിങ് ഇൻ കോമൺ, അതാണ് ആ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പം ഫെലോഷിപ്പ്, ഇങ്ങനെ ഒരാൾ പറയുന്ന കേട്ടു, 2 ഫെലോസ് ഇൻ എ ഷിപ്പ്. അവർ ഒരുമിച്ച് ഒരേ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് കാണാൻ കഴിയുന്ന അനേക കൂട്ടായ്മകളെ കുറിച്ച് ഈ നമ്മൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഒരു 9 കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ഫെലോഷിപ്പ് ഓഫ് ദ ഗോസ്പൽ, വചനം പങ്കിടുന്നതിലുള്ള അവരുടെ ഫെലോഷിപ്പ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അവര് അവിടെ പറയുന്നു, അവര് ചിലര് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വചനം പങ്കിടുന്നില്ല, പൗലോസിനോടുകൂടെ വചനം പങ്കിടുന്നതിൽ. ഇപ്പം പൗലോസ് ബന്ധനത്തിലായിരുന്നിട്ടും അവര് ആ ബന്ധനങ്ങൾ കാരണം ചിലര് പരമാർത്ഥമായിട്ടല്ലാതെ ശാഠ്യത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചിലർ പരമാർത്ഥമായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പം വചനം പങ്കിടുന്നതിൽ അവർക്കൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. രണ്ടാമത്തത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഫെലോഷിപ്പ് ഫോർ ദ ഗോസ്പൽ. അപ്പം വചനത്തിനു വേണ്ടി വചനത്തിനു വേണ്ടി ചെലവിടുന്ന ഒരു കൂട്ടായ്മ, ഫെലോഷിപ്പ് ഫോർ ദ ഗോസ്പൽ. അവര് ഫൈനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. ഇനി ഫെലോഷിപ്പ് ഫോർ ദ സഫറിങ്, 4-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കഷ്ടതയിലുള്ള കൂട്ടായ്മ. എൻ്റെ കഷ്ടതയിലൊക്കെയും നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു. എല്ലാ കാര്യങ്ങളിലും പൗലോസ് നോടുകൂടെ അവർ കൂട്ടായ്മ കാണിച്ചു. പിന്നെ പറയുന്നുണ്ട് ഫെലോഷിപ്പ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലെ കൂട്ടായ്മ. ഞാൻ പറയും
ആത്മാവിലെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മറ്റെല്ലാ കാര്യത്തിലും കൂട്ടായ്മയുണ്ട്. ആത്മാവിലെ കൂട്ടായ്മ ഉണ്ടായാൽ മാത്രമേ മറ്റെല്ലാ കാര്യത്തിലും കൂട്ടായ്മ കാണിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. കാരണം എല്ലാവരിലും ഒരേ ആത്മാവ് അല്ലേ? അപ്പോൾ എല്ലാവരിലും ഒരേ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ഒരേ കാര്യം തന്നെ ചെയ്യും. അപ്പോൾ എല്ലാത്തിലും ആത്മാവിലെ കൂട്ടായ്മ ഇല്ലെങ്കിൽ മൊത്തം തെറ്റിപ്പോയി. ആത്മാവിലെ കൂട്ടായ്മയാണ് അത് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവിടെ പറയുന്ന കൃപയിൽ എനിക്ക് കൂട്ടായ്മയാണ് ഞാൻ. ഫെലോഷിപ്പ് ഇൻ ഗ്രേസ്, ആ കൃപയിലെ കൂട്ടായ്മ ചെന്ന് പറയുമ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പൗലോസിന്റെ ബന്ധനങ്ങളിൽ അവർ കൂട്ടായ്മ കാണിച്ചു. പൗലോസിന്റെ ബന്ധനങ്ങളിൽ കൂട്ടായ്മ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെയാ പൗലോസ് റോമാൽ തടവറയിലായിരിക്കുന്നു. കൂട്ടായ്മ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പഫ്രായിത്തോസിനെ പൗലോസിന്റെ സഹായത്തിനായിട്ട് അയക്കുന്നു. അതുപോലെ തന്നെ പൗലോസിന് ധനസഹായവും കൊടുത്തയക്കുന്നു അല്ലെ. അപ്പം ആ ബന്ധനങ്ങളിലെ കൂട്ടായ്മ, പിന്നെ പറയുന്നുണ്ട് ആ വാക്യത്തിൽ തന്നെ പ്രതിവാദത്തിലെ കൂട്ടായ്മ, ഫെലോഷിപ്പ് ഇൻ ദ ഡിഫൻസ് ഓഫ് ദ ഗോസ്പൽ. അത് കഴിഞ്ഞിട്ട് അടുത്തത് സ്ഥിരീകരണത്തിലെ കൂട്ടായ്മ എന്ന് പറയുന്നു. കൺഫേമിംഗ് ദ ഗോസ്പൽ, ഫെലോഷിപ്പ് ഇൻ കൺഫേമിംഗ് ദ ഗോസ്പൽ അവിടെ പറയുന്നുണ്ട് അത്. പിന്നെ അടുത്തത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ പല കൂട്ടായ്മകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 1-ാം നാൾ മുതൽ. ഒന്നുകൂടെ പറയണോ അത്? വേണോ? അല്ല, ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, വചനത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ വചനം പങ്കിടുന്നതിനുള്ള കൂട്ടായ്മ. രണ്ടാമത് വചനത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മ, ഫൈനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്തു. മൂന്നാമത് കഷ്ടതകളിലുള്ള കൂട്ടായ്മ. നാലാമത് ആത്മാവിലെ കൂട്ടായ്മ, കൃപയിലെ കൂട്ടായ്മ, ബന്ധനങ്ങളിലുള്ള കൂട്ടായ്മ, സുവിശേഷന്റെ പ്രതിവാദത്തിലെ കൂട്ടായ്മ, സ്ഥിരീകരണത്തിലെ കൂട്ടായ്മ, പിന്നെ കഷ്ടാനുഭവങ്ങളിലെ കൂട്ടായ്മ. അപ്പൊ നമുക്ക് കൂട്ടായ്മ കാണിക്കാൻ അനേകം കാര്യങ്ങളിലുണ്ടല്ലേ. ഇവിടെ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, പ്രാർത്ഥനയിലെ കൂട്ടായ്മ. പ്രാർത്ഥന, പൗലോസിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ, അനേക കാര്യങ്ങൾ നമുക്ക് കൂട്ടായ്മ കാണിക്കുവാനായിട്ട് കഴിയും അല്ലെ. സന്തോഷത്തിലെ കൂട്ടായ്മ അല്ലേ. അങ്ങനെ സന്തോഷത്തിലും സന്താപത്തിലും എപ്പോഴും കൂട്ടായ്മ കാണിക്കാനായിട്ട് കഴിയും. എന്ത് കാരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ആത്മാവിലെ കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാവരിലും അതേ ആത്മാവാ അല്ലേ. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ പൗലോസും ഫിലിപ്പിനും തമ്മിലുള്ള സംവാദം അല്ല കാര്യമാണ് ഈ പറയുന്നതെങ്കിലും നമ്മൾ എല്ലാവരും ക്രിസ്തുവിൽ ക്രിസ്തുവിലെ ആ ഒരു ശരീരത്തിന്റെ ഭാഗമല്ല, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാം ഒരേ ആത്മാവ്. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ പഠിച്ചു, എല്ലാവർക്കും ഒരു ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, വിശ്വാസം ഒന്ന് അല്ലെ, ദൈവം ഒന്ന്, കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്ന്. ഇതെല്ലാം ഒന്നായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ കാണിക്കണം. അപ്പം പൗലോസിന് 1-ാം നാൾ മുതൽ അവിടെ പൗലോസ് ആ മക്കദോന്യ ആ മാസിഡോണിയൻ കോൾ അനുസരിച്ചിട്ട് അവിടെ ചെന്നപ്പോ ആ ദർശനം കെട്ടി അവിടെ ചെന്ന് അവിടെ കപ്പലിറങ്ങിയ 1-ാം നാൾ മുതൽ ഇതുവരെയും കുറച്ചു നാൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് കൂടെ ഇല്ലാതിരുന്ന സമയത്തും പൗലോസിനെ എല്ലാ കാര്യങ്ങളിലും തുണയ്ക്കുന്ന ഒരു സഭയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അവരുടെ വിശ്വാസത്തിന്റെ ആരംഭം മുതൽ അവർ പോളിനെ സഹായിക്കുകയും കരുതുകയും ചെയ്തു. തുടർച്ചയായി സഹായം ചെയ്യുകയൊക്കെ ചെയ്തല്ലേ. അപ്പൊ നമുക്ക് ആദ്യ അപ്പോസ്തല പ്രവൃത്തികൾ കാണുമ്പം അവര് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പൗലോസിനോട് പറഞ്ഞു, ലുദിയ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാർക്കണമെന്ന് പറയുന്നു. ലുദിയയുടെ വീട്ടിലൊരു സഭ സ്ഥാപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ പൗലോസിനെ ക്ഷണിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും അവര് കൂട്ടായ്മ കാണിക്കുകയാണ് ചെയ്തത്. നമ്മള് ഫിലിപ്പി ലേഖനം 4-14, 15, 16 വാക്യങ്ങളിൽ ഒന്ന് വായിച്ചു പോകാം. ആ കഷ്ടതകളിലെ കൂട്ടായ്മകളെ കുറിച്ച് പറയുന്നത് മാത്രം ഒന്ന് വായിച്ചു പോകാം. കഴിഞ്ഞ ക്ലാസ്സിലും വായിച്ചതാ. 4-14 എനിക്ക് വായിക്കാം. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. കഷ്ടതയിൽ എല്ലാവരും മോഹം തിരിക്കാറാ പതിവല്ലേ. സന്തോഷത്തിലാ കൂടുതലും കാണിക്കുന്നത്. നമ്മൾ ഗലാത്യ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രശംസ എവിടെ അല്ലേ, നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ, കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നതിന് ഞാൻ സാക്ഷി എന്ന് പറയുന്നുണ്ടല്ലേ. എൻ്റെ ശരീരത്തിലെ ബലഹീന നിമിത്തം നിങ്ങൾക്കുണ്ടായ ആ കഷ്ടത ഉണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ നിങ്ങൾ ക്രിസ്തുവേശുവിനെ പോലെ ദൂതനെ പോലെ എന്നെ കൈക്കൊണ്ടെന്ന ഗലാത്യരോട് പറയുന്നല്ലേ. അപ്പൊ എല്ലാ സഭകളിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും ആ ഒരേ സ്വഭാവമുണ്ട്. ഇവിടെ വന്ന്
കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചത് നന്നായി. നമ്മള് ആസിയയിൽ വെച്ച് ആസിയയിലല്ല, ലുസ്ത്രയിൽ വെച്ച് പൗലോസിന് ഒരു കല്ലേറ് കൊണ്ട ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. ഏകദേശം മരണത്തോളമായി പോയി മരിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. ആ സന്ദർഭത്തിലാണ് പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്, ആ പൗലോസ് അങ്ങനെ വീണ് കിടക്കുമ്പോൾ സഹോദരന്മാർ കൂടെ നിന്ന് പൗലോസിനെ സംരക്ഷിക്കുന്നു, പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെ? അപ്പൊ ആ ഒരു വിശ്വാസികളുടെ തമ്മിലുള്ള ഒരു ആത്മാവിന്റെ ഐക്യത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വളരെ പ്രയോജനകരമാണ്. അത് എന്താണ്, പ്രോത്സാഹനജനകമാണ്. കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവരെ ആത്മാവിനെ ബലപ്പെടുത്തുവാനായിട്ട് കഴിയും. നമുക്ക് കൂട്ടായ്മ വേണ്ടത് കഷ്ടങ്ങളില, അല്ലേ? സന്തോഷത്തിൽ നമ്മൾ ഓൾറെഡി തന്നെത്താൻ അങ്ങ് സന്തോഷിക്കുകയും ഒക്കെ ഉണ്ട്. പക്ഷെ കഷ്ടങ്ങൾ വരുമ്പോൾ, നമുക്ക് ആരും ഇല്ലാതെ വരുമ്പോൾ ആരുടെയെങ്കിലും ഒരു ആശ്വാസം, ഒരു സ്വാന്തനം, ഒരു വാക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. ഓക്കെ, നമ്മളെ ആത്മാവിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് പോലും അത് ആശ്വാസകരമായി തീരും. ഇവിടെ ഇനി 15-ാം വാക്യത്തിൽ പറഞ്ഞ ഫിലിപ്പിലെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവുചെലവ് കാണത്തിൽ എനിക്ക് കൂട്ടായ്മ കാണിച്ചില്ല നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ എനിക്ക് 1-2 വട്ടം അയച്ചു തന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന 4:18 ഇപ്പം എപ്പഫ്രായിത്തോസിനെ അയച്ചേക്കോ, അല്ലേ? അവിടെ അങ്ങനെയല്ലേ പറയുന്നത്, ഇപ്പോഴെനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസിനിയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമുള്ള യാഗമായി എപ്പഫ്രായിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. അപ്പം പൗലോസ് അവിടെയും പറയുന്നുണ്ട്, ഈ കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അവരോട് അവരെ സഹായിക്കുന്നത് അധികമായി ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ധനം എനിക്ക് ആവശ്യമല്ല, പക്ഷെ നിങ്ങളുടെ കണക്കിലേക്ക് നേറുന്ന ഫലം ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലേ. നമ്മൾ പറയത്തില്ലേ, ഇവിടെ കൊടുക്കുന്നത് സ്വർഗത്തിൽ അത് അളവുണ്ട് അതിന്. കാരണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ആ സഹായിക്കുന്നതിൽ അധികമായി നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടി ചെലവിടുകയാണ് ചെയ്യുന്നത്. അത് വചനം പറഞ്ഞ് നാം ചെലവിടുകയും ചെലവായി പോവുകയും വേണം. നമ്മളുടെ സമയവും നമ്മുടെ ഫൈനാൻസും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവരാജ്യത്തിന്, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാം നമ്മെ തന്നെ ദൈവരാജ്യത്തിന് ചെലവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നാം കൂട്ടായ്മ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ 4:18 പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് നിങ്ങൾ എപ്പഫ്രായിത്തോസിന് എന്തായാലും അയച്ചു തന്നില്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് പൗലോസിന് അതിപ്പോ വലിയ സഹായമാണ്. കാരണം പൗലോസ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ കൂടാരപ്പണി ചെയ്തുകൊണ്ടായിരുന്നു താൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തടവറയിലാണ്, താൻ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, തനിക്ക് വാടക കൊടുക്കണം. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയും ഇവിടെ എപ്പഫ്രായിത്തോസിന്റെ കയ്യില് സഹായമായി അയച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാം പൗലോസിനെ സഹായിക്കാനായിട്ട് അവര് കരുതി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, നമ്മൾ വിശ്വാസമുണ്ടെന്ന് പറയുമ്പം അത് പ്രവൃത്തിയിൽ കാണിച്ചില്ല എങ്കിൽ അത് നമ്മുടെ വിശ്വാസമൊക്കെ ചത്തതാണെന്ന് ആര് പറയുന്നത്? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, അല്ലേ? നമ്മൾ വിശ്വസിക്കും കർത്താവിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്നൊക്കെ പറയും. പക്ഷെ ഒരവയവങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ മറ്റവയവം സഹായിക്കണം. നാം പ്രാർത്ഥിക്കണം, അത് ശരിയാ. പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിൽ അധികമായി സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ നാം കൊടുക്കുന്നവർക്ക് പ്രയോജനമുണ്ട് എങ്കിലും നാം ദൈവരാജ്യത്തിനു വേണ്ടി നമ്മളുടെ ഫൈനാൻഷ്യൽ ആണെങ്കിലും ഫൈനാൻസ് ആണെങ്കിലും നമ്മളുടെ സമയമാണെങ്കിലും ദൈവരാജ്യത്തിനു വേണ്ടി ചെലവിടുകയാണ് ചെയ്യുന്നത്. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നമുക്കൊന്ന് വായിക്കാം. യാക്കോബ് 2:14, 15, 16, 17 നമുക്കറിയാവുന്ന വാക്യമാണ്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ
നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടയ്ക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ എന്ത് ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാതാകിയാൽ സ്വയവേ നിർജീവമാകുന്നു. പട്ടിണിയായിട്ട് കിടക്കുന്നവൻ, ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരാളെ സഹോദരനോട് പട്ടിണിയിൽ ഇരിക്കുക, ദാരിദ്ര്യത്തിൽ ഇരിക്കുക എന്നൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് അല്ല അല്ലേ? പ്രാർത്ഥിക്കണം, പക്ഷെ നമ്മളുടെ പോക്കറ്റ് ഫുള്ളായിരിക്കുമ്പോഴായിരിക്കും അവര് കഷ്ടതയിൽ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസമുണ്ട്, നമ്മൾ പറയുകയൊക്കെ ചെയ്യും, പക്ഷെ അത് പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നില്ല. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഈ ലേഖനത്തിൽ തന്നെ പറഞ്ഞ 2-ാം അധ്യായത്തിൽ പറഞ്ഞ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ലോകം അറിയണം അല്ലേ? നമ്മുടെ രക്ഷ നമ്മുടെ പ്രവൃത്തി ഭാഗത്ത് കാണിക്കണം. അപ്പം കഷ്ടത്തിലിരിക്കുന്നവർക്ക് കൂട്ടായ്മ കാണിക്കുക എന്നുള്ളത് ഓരോ ദൈവ പൈതലിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് സ്വർഗത്തിൽ അത് നമുക്ക് അതിന് പ്രതിഫലമുണ്ട്. പ്രതിഫലം നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത്, മനസ്സോടെ കൊടുക്കുക. ഓക്കെ. ഫിലിപ്പ് സഭ നമുക്കറിയാം, അവരുടെ സമൃദ്ധിയിൽ നിന്നല്ല അവർ കൊടുത്തത്, അവരുടെ ഇല്ലായ്മയിൽ നിന്നാണ് പൗലോസിനെയും മറ്റുള്ളവരെയും. പൗലോസിനെ മാത്രമല്ല സഹായിച്ചത് നമുക്കറിയാം അല്ലെ? അവരുടെ പൗലോസ് എടുത്തു പറയുന്നുണ്ട്, മറ്റേ അവിടെ പോയ അതിനുശേഷമുള്ള സഹോദരന്മാരെയൊക്കെ, ലൂക്കോസ് അവിടെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ സഹായിച്ചു കാണും. യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അവരെയും സഹായിച്ച ഒരു ഫിലിപ്പിയ സഭയെക്കുറിച്ച് നമുക്ക് കാണാം അല്ലേ? അപ്പം ആദിമസഭ കൂട്ടായ്മ ആചരിച്ചതുപോലെ എപ്പോഴും നമുക്ക് നമ്മൾ വചനത്തിലൊക്കെ വായിക്കുന്നത് നമുക്ക് വെറുതെ വായിച്ച് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ളതല്ല, നമുക്കിത് അനുസരിക്കാനായിട്ടുള്ള വചനവും ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടായ്മ നമ്മൾ കാണിക്കണം. കൂട്ടായ്മയിൽ ഒരു സന്തോഷമുണ്ട്. കഷ്ടതയുടെ നടുവിലാണെങ്കിലും കൂട്ടായ്മ കാണിക്കുമ്പോൾ, അവിടെ പറഞ്ഞ നമ്മളല്ലേ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയുന്നല്ലോ അല്ലെ? അവർ ദാരിദ്ര്യത്തിലായിട്ട് കഷ്ടതയിലായിരുന്നിട്ട് അവരുടെ ദാരിദ്ര്യവും മഹാസന്തോഷം അവർക്ക് ലഭിച്ചല്ലേ? കൂട്ടായ്മയിൽ അവർക്കൊരു മഹാസന്തോഷം ഉണ്ടായെന്നാ പറയുന്നത്. സന്തോഷം, കഷ്ടതയിൽ എങ്ങനെയാ സന്തോഷം ഉണ്ടാകുന്നത്? പക്ഷെ കൂട്ടായ്മ കാണിച്ചപ്പോൾ അവർക്ക് മഹാസന്തോഷം ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? കൂട്ടായ്മയിൽ ഒരു സന്തോഷമുണ്ട്. കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവരായിരിക്കണം. അല്ല ഞാനിനി എനിക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുക അല്ല, മനസ്സോടെ കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഇവിടെ പൗലോസ് ഇവിടെ പറയുന്നത് സുവിശേഷ ഘോഷണത്തിന്റെ 1-ാം നാൾ മുതൽ ഇതുവരെയും ഫിലിപ്പി സഭ പൗലോസിനും കൂട്ടർക്കും കൂട്ടായ്മ കാണിച്ചു എന്ന് അവർക്ക് പറയുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പൗലോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 7-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 7-ാമത്തെ വാക്യം 5-ഉം 6-ഉം ആണല്ലോ നമ്മളിപ്പം പഠിച്ചത്. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ല. ഇവിടെ 3 കാര്യങ്ങളിലാണ് ഇവിടെ കൂട്ടായ്മ പറയുന്നത്. 3 അല്ല 4. കൃപയിൽ എനിക്ക് കൂട്ടായ്മ, എൻ്റെ ബന്ധനങ്ങളിലെ കൂട്ടായ്മ, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലെ കൂട്ടായ്മ, സ്ഥിരീകരണത്തിലെ കൂട്ടായ്മ. നമ്മുടെ ഈ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കുമ്പം ഇംഗ്ലീഷിൽ ശരിക്കും നല്ലതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ POC ബൈബിൾ ഒന്ന് വായിക്കാം. കൂട്ടായ്മ, നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംവഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്നത് യുക്തമാണ്. കാരണം നിങ്ങൾ എല്ലാവരും കൃപയിൽ എനിക്ക് പങ്കുകാരാണ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും നിങ്ങൾ എൻ്റെ പങ്കുകാരാണ്. അപ്പം കൃപയിലെ കൂട്ടായ്മ എവിടെ വരെ എത്തി? പൗലോസിന്റെ ബന്ധനങ്ങളിൽ കൂട്ടായ്മ കാണിച്ചു, പൗലോസിന്റെ സുവിശേഷ സംരക്ഷണത്തിലെ കൂട്ടായ്മ കാണിച്ചു, സ്ഥിരീകരണത്തിലെ കൂട്ടായ്മ കാണിച്ചു. അപ്പം പൗലോസ് തൻ്റെ ഹൃദയത്തെ അവിടെ തുറന്നു കാട്ടുകയാണ്. കാരണം പൗലോസിനെ അവര്
എപ്പോഴും ഒന്നാം നാൾ മുതൽ ഇതുവരെ ആ ഒരു 10 വർഷത്തോളം അവരുമായി ബന്ധപ്പെട്ടിരുന്ന, അല്ലെ അവരെ ആദ്യം കണ്ട നാൾ മുതൽ ഇന്ന് വരെ പൗലോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനോട് അവര് കൂട്ടായ്മ കാണിച്ചു എന്ന് നമ്മൾ കാണാൻ കഴിയും. അപ്പൊ അതിനെല്ലാം വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആ കൂട്ടായ്മ കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടായ്മ കാണിച്ചത് അവിടെ പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിങ്ങളെ വഹിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ വഹിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം. ഹൃദയത്തിൽ വഹിക്കുക, ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുക. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഹൃദയത്തിൽ വഹിക്കുന്നത് പോലെ, അല്ലേ? ആ കുഞ്ഞിനെ ആ ഹൃദയത്തിൽ എത്രത്തോളം കുഞ്ഞിന് സ്ഥാനമുണ്ടോ അതുപോലെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്, പുരോഹിതൻ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ആ സകല ജനത്തെയും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാ ദൈവസന്നിധിയിലേക്ക് പോകുന്നത്, അല്ലേ? ആ വഹിക്കുന്നത് ഒരു ഭാരത്തോടുകൂടി ഞാൻ നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. ഇത്രയും കാര്യത്തിൽ ഒന്നാം നാൾ മുതൽ ഇതുവരെ എല്ലാ കാര്യത്തിലും നമ്മൾ എത്ര കൂട്ടായ്മയാണ് വായിച്ചത്? 10 കൂട്ടായ്മ വായിച്ചല്ലേ? അത്രയും കാര്യങ്ങളിലും 10 കാര്യങ്ങൾ കൂട്ടായ്മ കാണിച്ചു. ആ കാര്യങ്ങളിലെല്ലാം പൗലോസിനോട് കൂട്ടായ്മയുള്ളവരായതുകൊണ്ട് അവരെ എപ്പോഴും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. പൗലോസ് ഫിലിപ്പിയര് മാത്രമല്ല, എല്ലാ സഭകളെയും കുറിച്ച് ഉണ്ടായിരുന്നല്ലേ? പൗലോസ് പറയുന്ന ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ഒരു ചിന്താഭാരം ഒന്ന് തിരക്കും പൗലോസിനുണ്ടല്ലേ? പൗലോസിന്റെ ബന്ധനങ്ങളൊന്നും പൗലോസിന് പ്രാർത്ഥനയ്ക്കൊന്നും തടസ്സമായി നിൽക്കുന്നില്ല. തൻ്റെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത ആണ് പൗലോസിന് മുന്നേ ഇരിക്കുന്നത്. അപ്പം ഇപ്പൊ അവരെവിടെയാ? അവരെവിടെ? ഫിലിപ്പില്, ഇവിടെ റോമയില്. എത്ര ദൂരമുണ്ട്? 800 മൈൽ അകലെ ഇരിക്കുന്നവരെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ കണ്ട് മുഖാമുഖം കാണുന്നത് പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ചോദിക്കുന്നു, ഞാൻ എങ്ങനെ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നത്? എനിക്ക് ന്യായമല്ലോ? നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ? ഇംഗ്ലീഷ് പറഞ്ഞ, ഈസ് ഇറ്റ് റൈറ്റ് ഫോർ മീ ടു തിങ്ക് ഓഫ് യു ഓൾ? നിങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എൻ്റെ റൈറ്റ് അല്ലേ? കാരണം ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ വഹിച്ചിരിക്കുക. നിങ്ങൾ ഒന്നാം നാൾ മുതൽ ഇതുവരെ എന്നോട് കൂട്ടായ്മ കാണിച്ചു എന്നാണ്. അതിന് കാരണം പറയുന്നത്, നിങ്ങൾ എനിക്ക് കൃപയിൽ കൂട്ടാളികളാണ്. കാരണം കൃപയിൽ കൂട്ടാളികൾ, പാർട്ടേക്കേഴ്സ് ഓഫ് ഗ്രേസ്, അല്ലെങ്കിൽ ഫെലോഷിപ്പ് ഇൻ ഗ്രേസ് എന്ന് പറയാം നമുക്ക്. കൃപയിൽ കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ പൗലോസിന് ലഭിച്ച അതേ കൃപ അവർക്കുമുണ്ടല്ലേ? ആ പൗലോസിന് ലഭിച്ച ദൈവകൃപ നമുക്കും ഉണ്ട്. കാരണം കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ക്രിസ്തുവിലേക്ക് വരുന്നത് ആ കൃപയാലാണ്. ഒരേ കൃപയാണ് എല്ലാവർക്കും ലഭിച്ചത്. ആ പൗലോസിന് ലഭിച്ച കൃപ ഫിലിപ്പിയർക്ക് ലഭിച്ചു, അതേ കൃപ തന്നെ നമുക്കും ലഭിച്ചു. അപ്പം കൃപയാലാണ് അവർ ദൈവത്തിങ്കലേക്ക് വന്നത്. വളരെ കഷ്ടത്തിലേക്കൂടെ കടന്നു പോകുന്നെങ്കിലും നമ്മൾ വായിച്ചില്ലേ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. അപ്പം പൗലോസ് ഈ ബന്ധനത്തിലിരിക്കും, പൗലോസിനുള്ള ദൈവകൃപ അല്ലേ? കഷ്ടങ്ങളിൽ പൗലോസിനോട് പറഞ്ഞില്ലേ, എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപയാ നമ്മളുടെ കഷ്ടങ്ങളിലും നമ്മെ നയിക്കുന്നത്. അപ്പൊ ഇവിടെ കൃപയിൽ എനിക്ക് കൂട്ടാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ കൃപയുടെ ദൈവത്തിന്റെ വലിയ കൃപയുടെ കൂട്ടാളികളാണ്. അപ്പൊ കൃപയിൽ കൂട്ടാളികളായപ്പോൾ അവർ പൗലോസിന്റെ ബന്ധനങ്ങളിൽ കൂട്ടായ്മ കാണിച്ചല്ലേ? ഇപ്പം പൗലിനെ എപ്പഫ്രാസിനെ അയച്ച് സഹായിക്കുന്നു. അപ്പൊ ആ ബന്ധനങ്ങളിൽ കൂട്ടായ്മയാണ്. ഇനി പറയുന്നുണ്ട് സുവിശേഷ പ്രതിവാദത്തിൽ കൂട്ടായികൾ. പ്രതിവാദം എന്ന് പറയുമ്പോൾ ഡിഫൻസ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞാല്, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാം. സുവിശേഷം പ്രസംഗിക്കുന്ന എതിർപ്പുകൾ ഉണ്ടാകാം എന്നല്ല, എതിർപ്പുകൾ ഉണ്ടാകും. അത് 100% അല്ല, 200% ശരി തന്നെയാണ് അല്ലേ? അപ്പം നമ്മൾ അവിടെ നോക്കുമ്പോഴേ ഫിലിപ്പിയ സഭയില് ആദ്യം രണ്ടാമത്തെ ആൾ ദൈവത്തിങ്കിലേക്ക് വന്ന നാൾ മുതൽ തുടങ്ങിയത് അവിടുത്തെ പ്രശ്നങ്ങളല്ലേ? പലര് എതിരായിട്ട് വന്നു. തടവറയിൽ ആദ്യ സമയങ്ങളിൽ തന്നെ ഫിലിപ്പിയിൽ വെച്ച് തടവറയിലായിരുന്നു. ആ തടവറയിലായിരുന്ന സമയത്തും പൗലോസിനെ സഹായിക്കുന്ന ഒരു സഭ നമുക്കറിയാം. ലുദിയ പറഞ്ഞു, വീട്ടിൽ താമസിച്ചുള്ള കാരാഗൃഹ പ്രമാണി
ആ അവിടെ ഭൂകമ്പം ഉണ്ടായി അവരുടെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു പോയ ഒരു സമയത്ത് തന്നെത്താൻ മരിക്കാനായിട്ട് ശ്രമിക്കുന്ന കാരാഗൃഹ പ്രമാണിയെ കാണുന്നത്. എന്തുകൊണ്ടാ? തടവുകാർ രക്ഷപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാ. അദ്ദേഹം കണക്ക് ബോധിപ്പിക്കേണ്ടവരാ അല്ലേ? ഈ പടയാളികളെ തടവറക്കാരെ എല്ലാം അവര് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥനോട് കണക്ക് പറയേണ്ടവരാ. തങ്ങളുടെ ജീവൻ തന്നെ ആ ഒരു അപകടത്തിലാകുന്ന അവസ്ഥയില്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാരാഗൃഹ പ്രമാണി പറയുന്ന എന്നാ, വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം, കൂട്ടായ്മയാ അല്ലേ? തന്റെ ജീവൻ അപകടമാ. പക്ഷേ രക്ഷയിലേക്ക് ആദ്യം ചോദിച്ചെങ്ങനാ, സഹോദരന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നു. അവര് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് തന്നെ തന്നെ നോവിക്കാനും തന്നെത്താൻ മരിക്കാനും ശ്രമിച്ച കാരാഗൃഹ പ്രമാണി ഒറ്റ നേരം ഒറ്റ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം അവരെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങുക അല്ലേ? കാരണം തൻ്റെ പ്രാണന് പോലും അപകടമാകാവുന്ന രീതിയിൽ വന്നപ്പോഴത്തേക്ക് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അതാണ് കഷ്ടതയ്ക്ക് കൂട്ടാളികളായി നിങ്ങള്. ഇവിടെ ആ സുവിശേഷ പ്രതിവാദത്തില് ആ എതിർപ്പുകൾ വരുമ്പോൾ എന്നാലും കുഴപ്പമില്ല, പൗലോസിനോട് കൂടെ നിൽക്കാവുന്ന. അപ്പം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം, ദൂഷണങ്ങൾ ഉണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇതെല്ലാം ആ കാര്യങ്ങളിലെല്ലാം പൗലോസിനോട് കൂടെ നിന്നത്. പക്ഷെ കൊരിന്ത്യ സഭയെ കാണുന്നുണ്ട്, ചിലര് പൗലോസിന് എതിരായിട്ട് നിന്നല്ലേ, തെറ്റിദ്ധരിക്കപ്പെട്ടു പൗലോസ് അല്ലേ? അങ്ങനെയല്ല ഇവിടെ എന്താ പറയുന്ന ഈ പ്രതിവാദങ്ങളിലെല്ലാം അവരെ ബുദ്ധിയോടെ ദൈവിക പരിജ്ഞാനത്തോടെ പൗലോസിനോട് കൂടെ നിന്നു. നമുക്കൊന്ന് ഒന്നാം നാൾ മുതൽ, നമ്മൾ പറയും പരിജ്ഞാനം പ്രാപിക്കുന്ന കുറെ നാൾ കഴിഞ്ഞിട്ടാന്നല്ലേ, ഒന്നാം നാൾ മുതൽ അവരുടെ പരിജ്ഞാനം ഉണ്ടായിരുന്നു. അവർക്ക് അത്രയും വിവേചനം ഉണ്ടായിരുന്നു. ഓരോ വാക്കുകളും വായിക്കുമ്പോൾ എത്ര എത്ര നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. അത് ചില പറഞ്ഞ വിശ്വാസികളെന്ന് പറഞ്ഞ് വർഷങ്ങൾ കുറെ ആയി കഴിഞ്ഞാലും ചിലപ്പം സുവിശേഷത്തിന് വേണ്ടിയിട്ട് പോരാട്ടം, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാൻ വിശ്വാസിയാന്ന് പോലും പറയുവാനായിട്ട് അങ്ങ് മാറി നിൽക്കുമല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്ത് ആദിമ ക്രിസ്ത്യാനികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾക്കില്ല. അങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒന്നാം നാൾ മുതൽ എൻ്റെ ബന്ധനങ്ങൾ, അവിടെ ബന്ധനങ്ങളുടെ കൂട്ടാളി, ഇവിടെ ബന്ധനങ്ങളുടെ കൂട്ടാളികൾ അല്ലേ? സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലെ കൂട്ടായ്മകള്, അങ്ങനെ ഇനി എന്നാ പറയുന്നത്, സ്ഥിരീകരണത്തിലും കൂട്ടായ്മകൾ. എനിക്ക് ബന്ധനങ്ങൾ നേരിട്ടപ്പോൾ, എനിക്ക് എതിരുകൾ നേരിട്ടപ്പോൾ, എനിക്ക് ദൂഷണങ്ങൾ എനിക്ക് വന്നപ്പോൾ, തെറ്റിദ്ധാരണകൾ ഉണ്ടായപ്പോൾ അതിലെല്ലാം നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നു, നിങ്ങൾ എനിക്ക് കൂട്ടാളികളായി തന്നു. ഒരു ശരീരത്തിൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഇവിടെ സ്ഥിരീകരണം എന്ന് പറയുമ്പോൾ കൺഫേമിങ് ദ ഗോസ്പല് എന്ന് പറയുമ്പോഴേ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ വചനത്തെ ഉറപ്പിക്കുക. നമുക്കറിയാലോ, പൗലോസ് വചനം പ്രസംഗിച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീണ്ടും വീണ്ടും സഹോദരന്മാരെ ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ പറയുന്നല്ലേ. അപ്പോൾ സുവിശേഷത്തിൽ സ്ഥിരീകരണത്തിൽ എന്ന് പറയുന്നത് ആ സുവിശേഷം മറ്റുള്ളവരിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി. ഇവിടെ അവര് സുവിശേഷ ഘോഷണത്തിൽ കൂട്ടാളികളായല്ലേ. ചിലർ അസൂയയോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ചിലർ സന്തോഷത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അവര് ആ പൗലോസിനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ, അവർ ആ സ്ഥിരീകരണത്തിൽ മറ്റുള്ളവരിൽ വചനം ഉറപ്പിക്കുന്നതിന് വേണ്ടി പൗലോസിനോട് കൂടെ അവര് കൂട്ടായ്മ കാണിക്കും. നമ്മൾ 4-ാം അധ്യായത്തില് പറയുന്നുണ്ടല്ലോ, ഒരു യുബോധിയും സുന്ദകയും കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പറയുന്നത് എന്താ? ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ സഹപ്രവർത്തിക്കാരോട് ഈ സ്ത്രീകൾ എന്നോടുകൂടെ കൂട്ടായ്മ കാണിച്ചു അല്ലേ? പോരാടിയിരുന്നെന്നാ പറയുന്നത്. പൗലോസ് പറയുന്ന സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ച് പോരാടും എന്ന് പറഞ്ഞാൽ ഇവരും അതുപോലെ സുവിശേഷത്തിന് വേണ്ടി പൗലോസിനോട് കൂടെ ഇരുന്നവരായിരുന്നു. അപ്പം നമ്മള് എന്താ പറയുന്നത്, പൗലോസിന് ഫിലിപ്പിയർക്ക് പൗലോസിന്റെ ഹൃദയത്തില്
വലിയൊരു സ്ഥാനമുണ്ട്. പൗലോസിനോടുകൂടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത്ര പഠിച്ച കൂട്ടായ്മ മതിയല്ലോ. കഷ്ടതയിലും സ്ഥിരീകരണത്തിലും പ്രതിവാദത്തിലും എല്ലാത്തിനും പൗലോസിനോട് കൂടെ നിന്നത് കൊണ്ട് പൗലോസിന് ഫിലിപ്പിയരെ കുറിച്ച് നല്ലൊരു വലിയൊരു സ്നേഹമുണ്ട്. ആ പൗലോസിന്റെ ഹൃദയത്തിൽ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ച് എപ്പോഴും ഓർക്കുകയും ചെയ്യുന്ന ഇതായിട്ടാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നുകൂടെ വായിക്കാം. കൃപയിൽ എനിക്ക് കൂട്ടാളികളാണ്. എനിക്ക് ലഭിച്ച അതേ കൃപ തന്നെ നിങ്ങൾക്കും ലഭിച്ചത്. നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. പൗലോസ് അവരെക്കുറിച്ച് വിചാരിക്കുകയാണ് ചെയ്തത്. തെസലോനിക്ക സഭ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയുവാനുമായി ഞാൻ ആളയച്ചെന്ന് പറയുന്നുണ്ടല്ലേ. എല്ലാ സഭകളെ കുറിച്ചും പൗലോസിന് വലിയൊരു നോവുണ്ടായിരുന്നു. ഈ പുരോഹിതൻ, മഹാപുരോഹിതൻ ജനത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ച് വിചാരിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി 8ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 8ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. അപ്പൊ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്ന ഫിലിപ്പിയരെ കുറിച്ച് പൗലോസ് പറയണം, ഞാൻ ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. ഇപ്പം ദൂരെയാണ് അല്ലേ, ഞാൻ പക്ഷെ നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ തടവറയിലും തൻ്റെ ബുദ്ധിമുട്ടുകളെ ഒന്നും ഓർക്കാതെ ഫിലിപ്പിനെ കുറിച്ച് ചിന്തകളാൽ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് എപ്പഫ്രാസിനെ കാണുമ്പോൾ പൗലോസിന്റെ അടുത്ത് വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെ കാണാനായിട്ട് പൗലോസ് വളരെ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ ആ ഒരു ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ അല്ലെ, നമ്മളെ കർത്താവ് സ്നേഹിച്ചതായപ്പോഴും നമ്മൾ ശത്രുക്കളായിരുന്നപ്പോഴും ഭാവികളായിരുന്നപ്പോഴൊക്കെ കർത്താവ് സ്നേഹിച്ചല്ലേ. ആ ഒരു സ്നേഹം, ആ ആർദ്രതയോടെ പൗലോസ് അവരെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, ദൈവമാണ് എൻ്റെ സാക്ഷി. ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. എല്ലാവരും മനുഷ്യരെ സാക്ഷിയാക്കുന്നവരായല്ലേ. അവരിത് കണ്ടായിരുന്നു, ഞാൻ അത് പറഞ്ഞപ്പം അവര് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അല്ലേ. മനുഷ്യരെ വിറ്റ്നസ് ആക്കും. പക്ഷെ പൗലോസിന് ഈ മനുഷ്യരെ ഒന്നും വിറ്റ്നസ് ആക്കേണ്ട കാര്യമില്ല. പൗലോസ് ദൈവമാണ് സാക്ഷി അല്ലേ. എന്ത് കാര്യം എന്നറിയാമോ? പൗലോസിനറിയാം, പൗലോസ് മനുഷ്യരുടെ മുമ്പാകെ അല്ല നിൽക്കേണ്ടത്, ദൈവത്തിന്റെ മുമ്പാകെയാണ് നിൽക്കേണ്ടത് അല്ലേ. എന്നെ കാണുന്നവനുണ്ട്, നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. ദൈവത്തോട്, പൗലോസിന് മനുഷ്യരുടെ മുമ്പിൽ അക്കൗണ്ടബിൾ അത് വേണം, പക്ഷെ അതിലുപരിയായിട്ട് ദൈവത്തിന്റെ മുമ്പിലാണ് ആ അക്കൗണ്ടബിൾ ആയിരിക്കും. അതുകൊണ്ടാണെന്ന് പറയുന്നത്, ആ പൗലോസ് പറയുക, എൻ്റെ ഹൃദയം ദൈവം കാണുന്നുണ്ടല്ലേ. നമ്മൾ പറയുന്ന ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്ന ഒരു ദൈവം, നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം. അപ്പൊ ആ ദൈവമാണ് സാക്ഷി. എന്താ, ചിലർ പറയും ഹൃദയം പറിച്ചു തന്നാലും ഭൂമാലയാന്ന് പറയുന്നത് പോലെ അല്ലേ, അങ്ങനല്ലേ, അങ്ങനെ പറയുന്ന. പക്ഷെ പൗലോസ് അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ ദൈവം കാണുന്നുണ്ട് എന്നെ. ഞാൻ ആ ഒരു ആർദ്രത എന്ന് പറയുമ്പോൾ ഡീപ്പ് അഫെക്ഷൻ എന്നൊക്കെ പറയും, കനിവുള്ള സ്നേഹം. നമ്മുടെ ആ എൻ്റെയർ ബീയിങ്ങിന്റെ ഒരു ആർദ്രമായ സ്നേഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു ഇന്റേണൽ ഓർഗന് മറ്റൊരു ഓർഗൻ കഷ്ടം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീവ്രമായ വേദനയാണ് അവിടെ പറയുന്നത്. ആ ഒരു ആർദ്രത, ഹൃദയം പറിച്ചു തരാൻ പോലും ആഗ്രഹിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു സ്നേഹം. അപ്പം നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. അതുപോലെ പൗലോസും ഫിലിപ്പിയരെ കുറിച്ച് അങ്ങനെ തന്നെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആർദ്രതയോടെ അവരെ കാണുവാൻ വാഞ്ചിക്കുന്നു. അതിന് സാക്ഷി ദൈവമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത വാക്യം. അധികം പറയണ്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്ന, ഒന്ന് വായിച്ചു നോക്കിയാൽ പോലും അതറിയാവുന്ന. ഇനി അവരെക്കുറിച്ചുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അവരെക്കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ
പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇവിടെ 4 കാര്യങ്ങളാ പറയുന്നത്. 1:3 പറഞ്ഞ് അവർക്ക് വേണ്ടി സന്തോഷത്തോടെ സകല പ്രാർത്ഥനയാലും പ്രാർത്ഥിക്കുന്നു. 1-ാമത്തെ പറയുന്നത് അവരുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. 2, അവർ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. 3, അവര് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആകണം. 4-ാമത്തത് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം. വളരെ ആഴമായ പ്രാർത്ഥന. നമ്മൾ എഫേസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥന ഉണ്ട്, കൊലോസ്യ ലേഖനത്തിലുണ്ട്. അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ എഫേസ്യ ലേഖനമൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും ഒരു നമ്മൾ ഉദാഹരണമാക്കി വെക്കേണ്ട പ്രാർത്ഥനകളാണ് ഇതൊക്കെ. ഇനി ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവരുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. സ്നേഹം വർദ്ധിക്കണം. സ്നേഹം വർദ്ധിക്കുമോ? സ്നേഹം വർദ്ധിക്കുന്നതാണ്. അപ്പൊ അവർക്ക് പോളിനോട് സ്നേഹമുണ്ട്, മറ്റുള്ള എല്ലാവരോടും അവർക്ക് വലിയ സ്നേഹം ഉണ്ട്. ഇനിയും നിങ്ങൾ അതിൽ വർദ്ധിച്ചു വരണമെന്നാ പൗലോസ് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും കൂട്ടായ്മ കാണിക്കുന്ന ഒരു സഭയല്ലേ? എത്രത്തോളം സ്നേഹമുണ്ട് അവർക്ക്. അതുപോലെ പറയുകയാണ്, ഇനിയും അത് വർദ്ധിച്ചു വരണം. സ്നേഹം നാൾക്കുനാൾ മേൽക്കുമേൽ വർദ്ധിക്കുന്നതാണ്. മനുഷ്യന്റെ സ്നേഹം വർദ്ധിക്കണം, പക്ഷെ ദൈവസ്നേഹം നിത്യമാണ്. അത് എന്നേക്കുമുള്ള സ്നേഹം, അതിന് ഒരു കുറവുമില്ലാത്ത സ്നേഹമായല്ലേ? നമ്മള് റെവലേഷനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞല്ലേ? എഫേസ്യരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിങ്ങൾക്കുണ്ട്. ആദ്യ സ്നേഹം കുറച്ചാണെങ്കിൽ അത് പിന്നെ വർദ്ധിച്ചാ വരേണ്ടത് അല്ലേ? അപ്പൊ അവിടെ ആദ്യ സ്നേഹം പോലും വിട്ടുകളഞ്ഞൊരു സഭയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അത് ഏത് സ്നേഹമാണ്? ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആ സ്നേഹം വർദ്ധിച്ചു വരണം. നമ്മൾ തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ 2 തെസ്സലോനിക്ക 1:3 ഇപ്പം അവരുടെ സ്നേഹം വർദ്ധിച്ചു വരുന്നെന്ന് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു പോകാം. സഹോദരന്മാരെ, നിങ്ങളുടെ സ്നേഹം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ, അവർക്ക് അന്യോന്യം സ്നേഹം പെരുകിയും വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സ്നേഹം വർദ്ധിച്ചു വരണം. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തില് എടുക്കണ്ട, ഞാൻ വായിക്കുന്നുമില്ല. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഞാൻ അന്ത്യത്തോളം നിങ്ങളെ സ്നേഹിച്ചു. ശിഷ്യന്മാരോട് പറയും, താനെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ താൻ ക്രൂശിതനാകാൻ പോകുമ്പോഴേ. ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുമോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നാണ് അവിടെ പറയുന്നത്. നമ്മള് യെരമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായത്തിലും കാണുന്നു, നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഒരിക്കലും നിലനിൽക്കാത്ത സ്നേഹം. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലെ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞല്ലേ? ഏറ്റവും വലിയ സ്നേഹം ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്പർദ്ധിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അനീതിയിൽ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാള് മുതിർന്നു പോകയില്ല. ഒരു നാള് മുതിർന്നു പോകാത്ത ആ അഗാപ്പെ ലവിനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസികൾക്കുണ്ടാകേണ്ട സ്നേഹം അത് ഫിലിപ്പരോട് പറഞ്ഞെങ്കിലും ഇന്ന് നമ്മളോടും പറയുന്നു. നമ്മുടെ സ്നേഹം ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം എന്നേക്കും എപ്പോഴും പെരുകി വരണം. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്. അത് ആ സ്നേഹത്തിന്റെ പാരമ്യമാണ് കർത്താവിന്റെ സ്നേഹം. അത് എന്നും ഒരുപോലെ, ആ സ്നേഹത്തിന് ഒരേറ്റക്കുറച്ചിലുമില്ല അല്ലേ? പക്ഷെ മനുഷ്യന്റെ സ്നേഹം
നമുക്കറിയാം ഏറ്റക്കുറച്ചിലുകളുള്ള സ്നേഹമാണ്. അവസരത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുന്ന സ്നേഹമാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ആ സ്നേഹം ഇച്ചിരി കൂടി വരും. അവരോട് കുറച്ച് നാളെ മിണ്ടാതിരുന്ന ആ സ്നേഹം ഒട്ടും ഇല്ലാതെ പോകും അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ കഷ്ടതകളിലും പൗലോസിനെ സഹായിക്കുന്ന സ്നേഹം അല്ലേ? അവരുടെ സ്നേഹം അവരോട് പറയും, നിങ്ങൾ ഇത്രയും നാൾ കൂട്ടായ്മ കാണിച്ചു, എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ, ഇനി കൂട്ടായ്മ കാണിക്കാൻ അവർ ഒന്നിനുമില്ല അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൗലോസ് പറയാം, നിങ്ങളുടെ സ്നേഹം ഇനിയും വർദ്ധിച്ചു വരണം. എന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്യണം? ആ നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ച് മേൽക്കുമേൽ വർദ്ധിച്ചു വന്ന് നിങ്ങൾ സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യത്തിലും അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം വർദ്ധിച്ചു വരണം. അപ്പോൾ ആ കർത്താവിൻ്റെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നാം പരിജ്ഞാനവും ബുദ്ധിയുള്ളവരായിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം. അവിടെ എങ്ങനെയാണ് പറയുന്നത്? ആ സ്നേഹം വർദ്ധിക്കണം. എങ്ങനെയാണത് വർദ്ധിക്കേണ്ടത്? പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിക്കണം. ചിലർ പറയും പൊട്ട സ്നേഹം എന്നൊക്കെ പറയും അല്ലേ? ബുദ്ധിശൂന്യമായ സ്നേഹം, വെറുതെ ഉള്ള സ്നേഹം അല്ലേ? ചിലർക്ക് സാധനങ്ങളോട് പൊട്ട സ്നേഹമുണ്ട്. അങ്ങനെയല്ല, ഇത് പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുന്ന സ്നേഹം. അവിടെ പറഞ്ഞു പരിജ്ഞാനം, തികഞ്ഞ ജ്ഞാനം എന്നാണ് അതിന് പറയുന്നത്. തികഞ്ഞ ജ്ഞാനം, ജെനുവിൻ ലവ്, ഹൃദയപൂർവമുള്ള സ്നേഹം. നമ്മൾ എഫേസ്യ ലേഖനം 5:2 പറയുന്നുണ്ട്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, കൊടുക്കുന്ന സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്. വായിക്കാം 5:2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയെ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തി. അപ്പം സെൽഫ് സാക്രിഫൈസിങ്, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന സ്നേഹം, ക്രിസ്തുവിനെ പോലെ. നമ്മൾ പത്രോസിന്റെ ലേഖനം 1:22 പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഹൃദയപൂർവ്വമുറ്റ് സ്നേഹിപ്പിൻ, ഹൃദയം പറിച്ചെടുത്ത് കൊടുക്കുന്ന സ്നേഹം. എന്നാൽ സത്യം അനുസരിക്കുക, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പിൻ. ആ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടുള്ള സ്നേഹം. പിന്നെ മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി സ്നേഹിക്കുക. പരിജ്ഞാനമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയും. ഫിലിപ്പിയ സഭ അങ്ങനെയുള്ള പൗലോസിന്റെ ആവശ്യമറിഞ്ഞ്, ഇപ്പം പൗലോസ് കാരാഗൃഹത്തിലായിരിക്കുന്നു, ശുശ്രൂഷിക്കാൻ ആള് വേണം, സഹായം വേണം. മറ്റു സഭകളൊന്നും കൂട്ടായ്മ കാണിച്ചില്ല. ആ ഫിലിപ്പിയ സഭ രണ്ട് കാര്യങ്ങളിലും ഒരാളെ അയച്ച് ശുശ്രൂഷിക്കാനാക്കിയേക്കുന്നു. അതുപോലെ തന്നെ സഹായമായിട്ടും. കാരണം സഹായം വേണ്ടുന്ന സമയത്താണ് നമ്മൾ സഹായം കൊടുക്കേണ്ടത്. അല്ലാതെ വേണ്ടാത്ത സമയത്ത് സഹായം കൊടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല അല്ലേ? ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോൾ സഹായിക്കുന്നതിനേക്കാൾ നല്ല എൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുന്ന ഏറ്റവും അല്ലേ? അങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി സ്നേഹിക്കുക. പരിജ്ഞാനം ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഫിലിപ്പിയ സഭ അങ്ങനെ ചെയ്യുന്നവരായിരുന്നു. ഇനിയും അതിൽ വർദ്ധിച്ചു വരണമെന്ന് പറയുന്നു. അപ്പൊ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം. ഇനി വിവേകം, ഡിസേൺമെന്റ്, സകല വിവേകത്തിലും എന്നാ പറയുന്നത്. അവിടെ വിവേകം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പറയുമ്പം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. നമ്മുടെ ആ പരിജ്ഞാനം പ്രവൃത്തിപഥത്തിൽ, വേറൊരു വേർഡ് പറയുന്ന ഡെപ്ത് ഓഫ് ഇൻസൈറ്റ്. അപ്പം നമുക്ക് പരിജ്ഞാനം ഉണ്ടായിട്ട് അല്ല, നമുക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രമേ വിവേകത്തോടെ ഒരു ഇൻസൈറ്റോടുകൂടെ സ്നേഹിക്കാനും സഹായിക്കാനുമായിട്ട് കഴിയണം. അപ്പം ഹൃദയപൂർവ്വം സ്നേഹിക്കണം. അതുമല്ല, ഹൃദയപൂർവ്വം സ്നേഹിക്കണം. അത് മാത്രമല്ല, ആവശ്യം മനസ്സിലാക്കി സഹായിക്കുകയും ചെയ്യുക. ഉള്ളിലെ സ്നേഹം ആ പ്രവൃത്തിയിലാക്കുക. ചിലർ അനേകരെ സഹായിക്കും, പക്ഷേ എന്താ പറയുന്ന, പലപ്പോഴും ആവശ്യത്തിലിരിക്കുന്നവരെ അല്ല സഹായിക്കുന്നത്, വെറുതെ സഹായിക്കും അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെ സഹായിക്കുമ്പോൾ നാം ബുദ്ധിയോടെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹം മേൽക്കുമേൽ സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണമെന്ന് പറയണം. അപ്പം വിവേകിച്ചു വന്നിട്ട് എന്തോ ചെയ്യണം? അവര് ഭേദാഭേദങ്ങളെ വിവേചിച്ചുമാറാക്കണം. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. അപ്പൊ ആ സ്നേഹം മേൽക്കുമേൽ എവിടെ എങ്ങനെ വർദ്ധിക്കണം? പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് അവരെന്തോ ചെയ്യണം? ഭേദാഭേദങ്ങളെ വിവേചിക്കണമെന്ന് പറയുന്നത് ഡിസേൺ വാട്ട് ഈസ് ബെസ്റ്റ്.
ഡിസേൺ വാട്ട് ഈസ് ബെസ്റ്റ്, അപ്രൂവ് ദ തിങ്സ് ദാറ്റ് ആർ എക്സലന്റ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ആം, നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളെയും കാണുന്നവരും കേൾക്കുന്നവരുമാണ്. ചിലത് നല്ലതും മറ്റ് ചിലത് ഏറ്റവും നല്ലതുമാണ്, അല്ലേ? പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിൽ ഞാൻ ഇത് രണ്ടിനാലും ഞെരുങ്ങുന്നു, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് നല്ലത്, ഞാൻ ജഡത്തിൽ ജീവിക്കുന്ന എൻ്റെ വേല നിമിത്തം അത് പ്രയോജനകരം, നിങ്ങൾക്കും പ്രയോജനകരമായി തീരുമെങ്കിൽ എനിക്ക് ജഡത്തിൽ ഇരിക്കുന്നല്ലേ. പക്ഷേ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമമല്ലോ, അല്ലേ? അപ്പൊ ആ ഉത്തമവും അത്യുത്തമവുമായത് നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ലതും ഏറ്റവും നല്ലതും തിരഞ്ഞെടുക്കണം. നമുക്ക് നല്ലതും ചീത്തയും തമ്മിൽ തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അത് നമുക്കറിയാം, അല്ലേ? നല്ലതെന്താ ചീത്തയെന്താ. പക്ഷെ നല്ലതും 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 ഏറ്റവും നല്ലതും തമ്മിൽ തിരഞ്ഞെടുക്കാനേ ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് പറഞ്ഞത് തോന്നുന്നു. നമ്മൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. നമ്മൾ ഒന്നും രണ്ട് ആൻസർ ഒക്കെ ചിലപ്പോൾ അങ്ങ് തെറ്റാണെന്ന് വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് അത് നമുക്കത് പിന്നെ കൺഫ്യൂഷൻ വരത്തില്ല, നമുക്കത് മാറ്റാം. പക്ഷെ ചില രണ്ട് ആൻസർ ഒരുപോലെ ഇരിക്കും. പക്ഷെ അവിടെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച വിഷയത്തെക്കുറിച്ച് നമുക്ക് ആഴമായ അറിവുണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചതിനെ കുറിച്ച് നല്ലോണം അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഏതാ ശരി ഉത്തരമെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ഒക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ ആ രണ്ട് ആൻസർ ഒരേപോലെ ഇരിക്കുന്ന ആൻസറിൽ ഏതാ റൈറ്റ് ആൻസർ എന്ന്, ഏറ്റവും കറക്റ്റ് ആയിട്ട് ആൻസർ എന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ ഇവിടെയും പറയുന്ന നല്ലതും ഭേദാഭേദങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഡിസേൺ വാട്ട് ഈസ് റൈറ്റ്. ആ രണ്ടെണ്ണം നല്ലതാ. ഒന്ന് ചീത്തയിൽ നിന്നും നല്ലതിൽ നിന്നും നല്ല തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടും നല്ലതാ. പക്ഷേ നല്ലതും ഏറ്റവും പൗലോസ് പറഞ്ഞു, ജഡത്തിൽ ജീവിക്കുന്നത് നല്ലതാ, എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ. പക്ഷെ അതിനേക്കാളും അത്യുത്തമായിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അത്യുത്തമ. എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണ് അത്യുത്തമം. അത് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അപ്പൊ അങ്ങനെ അത് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണമെങ്കിൽ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിജ്ഞാനവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതാ നല്ലതും ഏതാ അത്യുത്തമവും എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഇപ്പം പല ശുശ്രൂഷകളും നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നവരാ, അല്ലേ? ഇടപെടുമ്പോൾ ഏതാ നല്ലത്, ഏതാ അത്യുത്തമം. ഇപ്പൊ ഞാൻ ഇത്രയും നേരം വചനം പഠിക്കുന്നതാണോ, അതോ ഞാൻ ആർക്കെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞു കൊടുക്കുന്നതാണോ? നമുക്ക് വചനം പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ നാം വചനം ആരെങ്കിലും പഠിക്കും, നമ്മളും പഠിക്കും, മറ്റുള്ളവർക്കും പഠിപ്പിക്കുക, അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞേ പഠിക്കാനൊക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും അത്യുത്തമമായി നാം തിരഞ്ഞെടുക്കണം, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് പരിജ്ഞാനമുണ്ടാകണം, നമുക്ക് നല്ല വിവേകവും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് മഹത്വകരമായി ചെയ്യത്തുള്ളൂ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പല കാര്യങ്ങളിലും ഓടി നടന്ന് ചെയ്യുമായിരിക്കാം. പക്ഷെ പലതും വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ദൈവം ചിലപ്പോൾ അതായിരിക്കില്ല ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. അപ്പം നമ്മൾ പ്രാർത്ഥനയോടെ, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ ആയാൽ മാത്രമേ നമുക്ക് നല്ലതും അത്യുത്തമവുമായതും തമ്മിൽ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ഫോക്കസ് എവിടെയായിരിക്കണം? കർത്താവിൽ ഏകാഗ്രഹമായിരുന്നാൽ മാത്രമേ, ആത്മാവിന് ചെവി കൊടുക്കാൻ മാത്രം, അത് എല്ലാം ആത്മാവിനാലാണ് ഇതിലെല്ലാം നമ്മൾ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും ഒക്കെ വർദ്ധിക്കുവാനായിട്ട് കഴിയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൗലോസ്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്ന ഒഴിച്ചുകൂടാൻ വയ്യാത്തതാ. കാരണം ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവത്തോട് പറയുക. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാഞ്ച ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് സാധിപ്പിച്ചു തരും. അപ്പൊ ഇവിടെയും പറയുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ഓൾറെഡി പൗലോസിനോട് ഫെലോഷിപ്പ് ഉണ്ട്, എല്ലാ കാര്യത്തിലും ഒരു വിവേകവും പരിജ്ഞാനമുള്ളവരെ. കാരണം മറ്റു സഭകളൊന്നും വിവേകവും പരിജ്ഞാനവും ഇല്ലാതെ പൗലോസിന്റെ ഈ ആവശ്യങ്ങളിൽ സഹായിക്കാതിരുന്നപ്പോൾ ഏറ്റവും അത്യുത്തമമായി പൗലോസിനെ സഹായിക്കുന്ന ആ ബന്ധനങ്ങളിൽ പോലും അവർക്ക് ബന്ധനം വരാം എന്ന അവസ്ഥ പോലും മറന്ന്
അവര് പൗലോസിനെ സഹായിക്കുമ്പോൾ അവരോട് പറയുവാണേ, നിങ്ങൾ ഇതിൽ ഇനിയും വർദ്ധിച്ചു വരേണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്നേഹം, സഹായങ്ങൾ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാവുന്ന സാഹചര്യങ്ങളുണ്ട്, അല്ലേ? ചിലപ്പം നമ്മൾ എല്ലാവരെയും സഹായിക്കാനായിട്ട് ചെല്ലുകയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ സ്നേഹം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പൊ ആ സമയത്ത് പരിജ്ഞാനത്തോടെ പെരുമാറണം. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നടത്തുന്ന ഈ ധനശേഖരത്തിൽ ആരും ഞങ്ങളെ ആവാദം പറയാതിരിപ്പാൻ ഞങ്ങൾ ദൈവത്തിന് മുമ്പാകെ മാത്രമല്ല സകലരുടെയും മുമ്പിൽ, സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായതൊന്ന് മുൻകരുതുന്നെന്ന് പറയണം. അപ്പം ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ നല്ലത് തിരഞ്ഞെടുക്കുക. പരിജ്ഞാനവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ ഭേദാഭേദങ്ങളെ ഡിസേൺ വാട്ട് ഈസ് റൈറ്റ് അത് തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം നാം ചെയ്യുന്നതെല്ലാം നിത്യതയ്ക്ക് വിലയുള്ളതാണ്. നാം എന്ത് ചെയ്താലും അതെല്ലാം നിത്യതയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിത്യതയിലേക്ക് പ്രയോജനപ്പെടുന്നതാണോ എന്നറിഞ്ഞുകൊണ്ടും വേണം നമ്മൾ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ. പലപ്പോഴും നമ്മൾ ഇന്ന് നമുക്ക് വിലയുള്ളതായി കാണുന്നത് നിത്യതയിൽ വിലയുള്ളതാണെന്ന് വരികയില്ല. ഒന്നുകൂടെ പറയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വിലയുള്ളതായി കാണുന്നതൊന്നും നിത്യതയിൽ വിലയുള്ളതായി കാണുകയില്ല. അതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റീസ് മനസ്സിലാക്കി വിവേചിക്കണം, അല്ലെങ്കിൽ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ പെരുമാറിയാൽ മാത്രമേ നമ്മൾ ചിലപ്പം പല കാര്യങ്ങളും നമുക്കുണ്ട്, പക്ഷെ അത് എന്നെക്കാളും അധികമായിട്ട് എനിക്കെന്നായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, അല്ലേ? എല്ലാവരും അതെ, എല്ലാവരും സെൽഫിഷാ. നമ്മൾ ചിലർ പറയുന്ന സെൽഫിഷ് അല്ല, ഞാൻ സെൽഫിഷാണ്. എല്ലാവരും സെൽഫിഷാണ്. പക്ഷെ നമ്മൾ അതിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഏതാണ് ഏറ്റവും പ്രയോജനമായി തീരുന്നത്, നിത്യതയിലെ ഏതാണ് വിലപ്പെട്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നാം അതിനുവേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് അധികം സമയമില്ലെങ്കിലും പറഞ്ഞു പോകാം കുറച്ച്. വാക്യം വായിക്കാം. നമ്മളെ നിത്യതയിലേക്ക് നമ്മൾ പല ക്ലാസ്സുകളിലും പറയുന്നതാണ്, ചിലവരുടെ പ്രവൃത്തി നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് ചിന്തിക്കും, പക്ഷെ ചിലത് മരം, കല്ല്, വൈക്കോൽ എന്നതുപോലെ ആയിരിക്കും. എന്തുവാ അത്? തീയിലാണ് അതെല്ലാം വെളിപ്പെട്ട് വരുന്നതെന്ന് പറയുവാനായിട്ട് കഴിയും. ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനം അവിടെ പറയുന്നത്, ജ്ഞാനമുള്ള പ്രധാന ശില്പി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം തന്നെ അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയാകിലും നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പേ നിൽക്കേണ്ടി വരും. നമ്മൾ കൊണ്ട് ബോധിപ്പിക്കേണ്ടത് ആരോടാണ്? കർത്താവിനോടാണ്. അപ്പൊ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓരോ പ്രവൃത്തിയും എല്ലാം ശോധന ചെയ്യും. നമ്മുടെ ചിന്തകൾ ശോധന ചെയ്യും, നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യും, നമ്മുടെ മനോഭാവം ശോധന ചെയ്യും, നമ്മുടെ ഉദ്ദേശശുദ്ധി ശോധന ചെയ്യും. എല്ലാം വിവേചിക്കപ്പെടും. കാരണം നമ്മൾ ചിലപ്പം മറ്റുള്ളവരെ സഹായിക്കുന്നത് വേറെ വല്ലവരും കാണാൻ വേണ്ടി ആയിരിക്കും ചെയ്യുന്നത്, അല്ലേ? പള്ളികളിലൊക്കെ എന്താ പറയുന്നത്, ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്നവര്, അല്ലേ, പേരെഴുതി വെക്കാൻ പറയും, അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഈ നമ്മുടെ ഉദ്ദേശശുദ്ധി പോലും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുമ്പോൾ ഏതാ ബെസ്റ്റ്, ഏതാ
ആയിട്ടുള്ളത്, സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. എന്താ പറയുന്നത്, ഏറ്റവും അത്യുത്തമമായി തിരഞ്ഞെടുക്കണം. കാരണം അത് എനിക്ക് നിത്യതയിലേക്ക് പ്രയോജനം തരുന്നതാണോ എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യാൻ. നമ്മൾ ഈവൻ കാണുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ദൈവവചനമായിരിക്കും ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ എന്താ പറയുക, ദൈവവചനം കാമ്പുള്ളത് ശ്രദ്ധിക്കുക. കാരണം ചിലവരൊക്കെ ആണെങ്കിൽ കേൾക്കും, മുഴുവൻ സമയവും കേൾക്കും, പക്ഷെ കുറെ സാക്ഷ്യങ്ങളോ മറ്റു കാര്യങ്ങളോ നമ്മൾ കേട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കേട്ടിട്ട് ആ ചെവിയെ കൂടെ മറന്നു പോകുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം വരത്തില്ല. പക്ഷെ സത്യമായ ദൈവവചനം കേൾക്കുക നമ്മെ അത് രൂപാന്തരപ്പെടുത്തുന്നതാ. അപ്പൊ നമ്മൾ ദൈവവചനം 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ നമ്മൾ കേൾക്കുന്നവരായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലും എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെനിക്ക് നിത്യതയിലേക്ക് പ്രയോജനപ്പെടുന്നതാണോ എന്ന് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ പ്രയോറിറ്റി ഏതാണ്? നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണോ? ഇത് ദൈവരാജ്യത്തിന് പ്രയോജനം അല്ലെ? ഞാൻ പാസ്റ്റർമാർ പറയുന്ന അല്ലെങ്കിൽ മറ്റവർ പറയുന്നത് ഞാൻ കേൾക്കുന്നത് ദൈവികമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. പക്ഷേ ഏതാ ബെറ്റർ? സത്യവചനം കേൾക്കുന്നതാണോ മറ്റു കാര്യങ്ങൾ കേൾക്കുന്നതാണോ? അല്ലേ? കണ്ണരസമാകുമാറ് കഥകളൊക്കെ ഇഷ്ടംപോലെ കേട്ടു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല ദൈവരാജ്യത്തിന് മഹത്വത്തിന് കാരണമാക്കി തരുന്നത്. എന്നെ രക്ഷിപ്പാൻ കഴിവുള്ള സത്യവചനം ഞാൻ കേൾക്കുന്നുണ്ടോ? നമ്മളെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനത്തോടെ പെരുമാറുക എന്നാ പറയുന്നത്, അല്ലേ? സമയം, നമുക്ക് കിട്ടുന്ന സമയം ദൈവം നമ്മൾ ഓരോ സമയത്തിന് പോലും നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഓക്കെ, നമ്മളപ്പം നമ്മുടെ ചിന്തകൾ ശോധന ചെയ്യും, നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യും, നമ്മുടെ മനോഭാവം ശോധന ചെയ്യും, നമ്മുടെ ഉദ്ദേശശുദ്ധി ശോധന ചെയ്യും. അതെല്ലാം നാം വിവേചിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ, താഴോട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ നാളിലേക്ക് നാം നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമാകുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അപ്പം അത് നമുക്കൊന്ന് പഠിച്ചാൽ സമയമില്ല നമുക്ക്. അതുകൊണ്ട് അപ്പം നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? ക്രിസ്തുവിന്റെ നാളിലാണ് ഇതെല്ലാം ശോധന ചെയ്യപ്പെടുന്നത്. നാം സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട് പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും അത് വർദ്ധിച്ചു വരണം. ആണ് ക്രിസ്തുവിന്റെ നാളിലേക്ക് നാം നിർമ്മലന്മാരായിരിക്കണം. പ്രയോറിറ്റി എൻ്റെ നിത്യതയാണ്. എൻ്റെ നിത്യതയിൽ അതെല്ലാം കണക്കിടപ്പെടേണ്ടതാണുള്ളത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കണം. നമുക്ക് ഫിലിപ്പി ലേഖനം 4:8 മുതലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? ഒന്ന് വായിച്ചു വിടാം. അത് വായിച്ച് നമുക്ക് നിർത്താം. ഫിലിപ്പിയർ 4:8. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത്. ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ പിന്നെ സമയമില്ല. അപ്പം എങ്ങനെയുള്ളതൊക്കെ ചിന്തിക്കണമെന്നാ അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പം ഫിലിപ്പിയ സഭ ഇതെല്ലാം ചെയ്യുന്നവരാണെങ്കിലും അവരോട് പറയും, ഇനിയും നിങ്ങൾ അതിലധികമായി വർദ്ധിച്ചു വരണമെന്ന് അവിടെ പറയുകയാണ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പഠിക്കാം. അവിടെ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. എന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുന്നവരായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ക്രിസ്തുവിന്റെ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരും നിർമ്മലന്മാരുമായിരിക്കണം. എന്നിട്ട് നിർമ്മലന്മാരും ആയാൽ പോരാ, യേശുക്രിസ്തുവിന ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിന നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മളുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയായി തീരട്ടെ. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഓരോ വാക്കുകൾക്കും ആഴമായ അർത്ഥമുണ്ട്. അത് വായിക്കുകയും അത് പഠിക്കുകയും അത് കാണാതെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതാണ് നമ്മളുടെ ഈ വചന കേൾവികളെല്ലാം, വചന പഠനമെല്ലാം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ത് വേണം? നമ്മൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. നമ്മുടെ എല്ലാം നിത്യതയിലേക്ക്
പ്രയോജനപ്പെടുന്നതാണ്. അളവ് അളവ് കർത്താവിൻ്റെ സന്നിധിയിലല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. പൗലോസ് പറയുന്നത് പോലെ നമ്മൾ മനുഷ്യരെ അല്ല സാക്ഷി, വചനം കാണാതെ പഠിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് എനിക്ക് പഠിക്കണമെന്ന് വിചാരിച്ചല്ല നാം കാണാതെ പഠിക്കേണ്ടത്. നാം അതിലെ നിത്യതയിലേക്കെല്ലാം ഹൃദയത്തോടുകൂടെ, ഹൃദയ എന്ന് പറയുന്നത് ആ ഒരു നല്ല മനസ്സോടുകൂടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ നാമമഹത്തിനായി ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ നാം വിവേചനമുള്ളവരായിരിക്കണം. നമ്മുടെ സ്നേഹം മയക്കുമേ വർദ്ധിച്ചു വരണം. നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മളുടെ ആത്മീയ വർധനയ്ക്കും ദൈവരാജ്യത്തിന്റെ മഹത്വനുമായി തീരണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.